അറിയാഞ്ഞിട്ടാണോ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സഹോദരിക്ക് പ്രത്യക്ഷനായത്? ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അന്ന് യേശു കർത്താവിനോട് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ പ്രിയോറിറ്റി കിട്ടേണ്ടത് ആർക്കാ? ശിഷ്യന്മാർക്ക്. അതിലും പ്രിയോറിറ്റി കിട്ടേണ്ടത് ആർക്കാ? പത്രോസിന്. ഒന്നുമില്ലേലും മത്തായിയുടെ സുവിശേഷത്തിൽ 9-10 അധ്യായങ്ങൾ പഠിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ശിഷ്യന്മാരിൽ ഒന്നാമൻ പത്രോസ്. ഹല്ലേലൂയ. പുള്ളി എന്തിനും ഏതിനും ഒന്നാമത്. ഹല്ലേലൂയ. ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഒന്നാമത്, യേശുവിന് വേണ്ടി ചാടി ഇറങ്ങാനാണെങ്കിലും ഒന്നാമത്, യേശുവിന് വേണ്ടി അടി ഉണ്ടാക്കാനാണെങ്കിലും എന്തിന് എല്ലാ കാര്യത്തിലും ഒന്നാമനാരാ? പത്രോസ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവരും മാറിപ്പോയി. പക്ഷേ ഈ പത്രോസിനെ നോക്കിയ പത്രോസ് പറയുക, ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് എന്ത് സംഭവിക്കുന്നെന്ന് കാണാൻ മഹാപുരോഹിതന്മാരെ അരമനയോളം ചെന്ന് കയറിയ മനുഷ്യനാ പത്രോസ്. ഹല്ലേലൂയ. പത്രോസിന് പറയാനൊന്നുണ്ട്, എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ. പത്രോസ് യേശുവിനോട് കൂടെ നടന്ന മനുഷ്യന്. അങ്ങനാണെങ്കിൽ ഉയർപ്പ് കഴിഞ്ഞ് പ്രത്യക്ഷനാകുമ്പോൾ ആദ്യം ചെല്ലേണ്ടത് ആരുടെ അടുക്കലായിരുന്നു? പത്രോസിൻ്റെ അടുക്കല. അതും അല്ലെങ്കിൽ ആരുടെ അടുക്കല? ശിഷ്യന്മാരുടെ അടുക്കല. പക്ഷെ അവർക്കാർക്കും പ്രത്യക്ഷനാകാതെ ഒരു പാവപ്പെട്ട ഒരു സഹോദരിക്ക്, സമൂഹം ഇന്നലകൾ തള്ളപ്പെട്ടിരുന്ന ഒരു സഹോദരിയെ തേടി യേശു ഇറങ്ങി ചെല്ലുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, പലരും മാറ്റി നിർത്തുമ്പോൾ, പ്രാഗൽഭ്യമുള്ള പലരും പുറകിൽ നിൽക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം സ്വർഗം പറയും, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഈ ഹാളിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ ഇങ്ങനെ പറയും, നമുക്ക് മിടുക്ക് പറയാനൊന്നുമില്ല, പക്ഷെ പറയാനൊന്നുണ്ട്. യോഗ്യത ഇല്ലാതിരുന്നിടത്തും മിടുക്കന്മാർ ഒത്തിരി പേര് നോക്കി നിൽക്കുമ്പോഴും യോഗ്യതയില്ലാത്ത നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പ്രീതി, ദൈവത്തിന്റെ സ്നേഹം വന്ന് വീണതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ദൈവ സന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രം പറയുന്ന ഒത്തിരി പേരുണ്ട്, മിടുക്ക് പറയുന്ന ഒത്തിരി പേരുണ്ട്, കഴിവ് പറയുന്ന ഒത്തിരി പേരുണ്ട്, പാരമ്പര്യം പറയുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനിച്ചപ്പം മുതലേ അഭിഷേകത്തിൽ ജനിച്ചു വീണെന്ന്, ജനിച്ചപ്പം മുതലേ ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞവരാന്ന്, ജനിച്ചപ്പം മുതലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ് പാരമ്പര്യം പറയുന്ന ഒത്തിരി പേർ നോക്കി നിൽക്കേ, മിടുക്കും കഴിവുമില്ലാത്ത നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ വന്നു വീണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, ദൈവത്തിന്റെ ഒരു പ്രത്യേക ഭേവ് ദൈവം നമ്മുടെ മേൽ അയച്ചതുകൊണ്ട് സ്വർഗം നമ്മളെ കണ്ടിട്ടുണ്ട്, സ്വർഗം നമ്മളെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പദ്ധതികൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുന്നു. ദൈവത്തിന്റെ സ്പെഷ്യലായ പദ്ധതികൾക്കകത്ത് പേർ കുറിച്ചിട്ടിരിക്കുന്ന ചിലരെയാ ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് ദൈവം കൊണ്ടിരുത്തിയിരിക്കുന്നേ. നീ ഔട്ട്സൈഡർ അല്ല. ദൈവത്തിന്റെ ചില പ്രത്യേക പദ്ധതിക്കകത്ത് പേർ കൊടുത്തിരിക്കുന്ന ചിലരെ സ്വർഗ്ഗം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുക. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കകത്ത് ആത്മാവ് അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്കകത്ത് പേർ കൊണ്ട ചില, പേരിട്ട ചില, പേർ കണക്കിട്ട ചില ഇതിനകത്ത് സ്വർഗം കാണുക. നിങ്ങളെ എഴുതി തള്ളിയവരുണ്ടാകും, പക്ഷെ സ്വർഗം പറയുക നിങ്ങൾ സ്പെഷ്യലാ. പലരും എഴുതി തള്ളി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടാകും, പക്ഷെ സ്വർഗം പറയോ എഴുതി തള്ളിയവരുടെ മുൻപിൽ അവൻ എടുത്തു പറയത്തക്ക രീതിയിൽ സ്വർഗം മാനിക്കാൻ പോകുക. എനിക്ക് അസാധാരണമായ അനോയിന്റിംഗ് എന്റെ ശരീരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവ് അങ്ങനെ തന്നെ ദൂത് പറയുന്നു. എഴുതി തള്ളിയവരുടെ നടുവിൽ അവൻ ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് പേർ കൊണ്ട ചിലരെ സ്വർഗം ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിക്കുക. മിടുക്ക് കണ്ടിട്ടല്ലെന്നേ കുടുംബക്കാർ എഴുതി തള്ളിയതാ, ചാർച്ചക്കാർ എഴുതി തള്ളിയതാ, ദേശക്കാർ എഴുതി തള്ളിയതാ, പള്ളിക്കാർ എഴുതി തള്ളിയതാ, പ്രാഗൽഭ്യമുള്ളവർ എഴുതി തള്ളിയതാ. പക്ഷെ സ്വർഗം പറയുക നിസ്സാരന്മാരെന്ന് പറയുന്ന ചിലരെ കൊണ്ട് എന്റെ യുദ്ധങ്ങളെ ഞാൻ ചെയ്യാൻ പോകുന്നു. നിസ്സാരന്മാരെന്ന് പറയുന്ന ചിലരെ കൊണ്ട് എന്റെ യുദ്ധങ്ങളെ ഞാൻ
അഭിഷേകത്തിന്റെ അഗ്നി ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. നിസ്സാരന്മാരെന്ന് പറഞ്ഞു ചിലരെ കൊണ്ട് ദൈവത്തിന്റെ യുദ്ധങ്ങളെ സ്വർഗം ചെയ്യാൻ പോകുക. ചിലർ എഴുതി തള്ളിയത് വെറുതെയല്ല, ചിലർ മാറ്റി നിർത്തിയത് വെറുതെയല്ല, നീ ബലഹീനരെന്ന് ചില സർട്ടിഫിക്കറ്റ് തന്നത് വെറുതെയല്ലെന്നേ. ദൈവത്തിന്റെ പദ്ധതിക്ക് നിന്റെ പേര് ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് കണക്കിട്ടതുകൊണ്ട് എനിക്കറിയത്തില്ല, ആത്മാവനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുക. ഇതൊരു രണ്ടാം വരവാണ്, ഇതൊരു സെക്കൻഡ് ചാൻസാ. അവൻ അവിടെ വരുന്നത് ദൈവത്തിന്റെ മഹത്വമാ, അവിടെ വരുന്ന ദൈവത്തിന്റെ മഹത്വമാ. എഴുതിത്തള്ളിയ ചിലതിനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന അളവിൽ എഴുതിത്തള്ളിയ ചിലതിനെ മഹത്തരമായ ചില പ്രവർത്തികൾക്കായി എഴുതിത്തള്ളിയ ചിലതിനെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതികൾക്കായി സ്വർഗ്ഗമേ ദിവസങ്ങളിൽ അപ്പോയിന്റ് ചെയ്യാൻ പോവുക, അപ്പോയിന്റ് ചെയ്യാൻ പോവുക, അപ്പോയിന്റ് ചെയ്യാൻ പോവുക. ഇത് മനുഷ്യന്റെ സമയമല്ല, ഇത് ദൈവത്തിന്റെ സമയം, ഇത് ലോകത്തിന്റെ സമയമല്ല, ഇത് സ്വർഗത്തിന്റെ സമയം. നിന്നെ എഴുതി തള്ളിയോ സ്വർഗത്തിന്റെ ലിസ്റ്റിനകത്ത്. You are a special. പ്രാഗൽഭ്യം നോക്കാത്ത ഒരുവൻ, മിടുക്ക് നോക്കാത്ത ഒരുവൻ, ക്വാളിഫിക്കേഷൻ നോക്കാത്ത ഒരുവൻ, കാലപ്പഴക്കം നോക്കാത്ത ഒരുവൻ ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്ത് ഇറങ്ങുക. അസാധാരണ അഭിഷേകം ചിലരുടെ മേൽ സ്വർഗ്ഗം പകരുന്നു. ഇല്ലെന്നേ നീ ഇരിക്കത്തില്ല, നിന്നെ ഇരുത്താൻ ശത്രുവിന് കഴിയത്തില്ല. നിന്റെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വർഗ്ഗം ഈ ദിവസങ്ങളിൽ കരം പിടിക്കുക. ഇതുവരെ കഴിഞ്ഞതൊരു ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് നിന്റെ സമയം ആരംഭിക്കുക സിസ്റ്ററെ. ഇതുവരെ കഴിഞ്ഞത് ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് നിന്റെ സമയം ആരംഭിക്കുക. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട ആഹാബിന്റെ രഥത്തിന്റെ മുൻപ് ഓടുവോ അവൻ ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അസാധാരണ ടൈം സ്വർഗം തുടങ്ങുക, സ്വർഗം ആരംഭിക്കുക. നിസ്സാരമെന്ന് പറഞ്ഞ് ഒരു സഹോദരിയെ തേടി കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. ഹല്ലേലൂയ, ആമേൻ. നിസ്സാര, ഇവൾക്ക് പ്രാഗൽഭ്യമില്ല, മിടുക്കില്ല, കഴിവില്ല, അവൻ സമൂഹത്തിൽ ഏറ്റവും കൊള്ളരുതാത്തവൾ എന്ന് പറഞ്ഞു കിടന്നവളെ തേടി കർത്താവിൻ്റെ ഒരു സന്ദർശനം വരിക. വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മറിയ, യേശുമായിട്ടുള്ള എൻകൗണ്ടർ മറിയയുടെ ലൈഫിനകത്ത് എവിടെ അവൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, അവൻ ഹല്ലേലൂയ എല്ലാവരും തള്ളുന്ന സമയത്ത് യേശുമായിട്ടുള്ള എൻകൗണ്ടർ, അവൻ ഹല്ലേലൂയ തള്ളിയിട്ടേക്കുന്ന സമയത്ത് ദൈവമായിട്ട് യേശുമായിട്ടൊരു എൻകൗണ്ടർ മറിയയ്ക്ക് വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം പഠിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ എൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ പകുതി കഴിഞ്ഞ ആ പോർഷൻ അവിടെ ഇങ്ങനെ പറയുന്നു: ശീമോൻ എന്ന് പറയപ്പെടുന്ന പരീശന്മാരിൽ പ്രമാണി യേശുവിനെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശീമോൻ എന്ന് പറയപ്പെടുന്ന ആമേൻ പരീശന്മാരിൽ പ്രമാണി യേശുവിനെ എന്തിനു ക്ഷണിച്ചു? ഒരു വിരുന്നിന് ക്ഷണിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആമേൻ, ഒരിക്കലും ഈ പരീശന്മാരിൽ പ്രമാണിയായ മനുഷ്യൻ യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചത് യേശുവിനോടുള്ള ഭക്തി കൊണ്ടായിരുന്നില്ല. എൻ്റെ ചിന്തയാണ്. നിങ്ങളിനി ഇത് വെച്ചിട്ട് എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചാൽ എനിക്ക് ആമേൻ ഹല്ലേലൂയ നിങ്ങൾ എനിക്കറിയത്തില്ല. ഞാൻ വചനത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഹല്ലേലൂയ, ആമേൻ. ഒരിക്കലും യേശുവിനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നില്ല, യേശുവിനെ ശരിക്കറിഞ്ഞിട്ടായിരുന്നില്ല എന്ത് ചെയ്ത് ഈ ശീമോൻ യേശുവിനെ
ക്ഷണിച്ചത്. കാരണം അതിനോട് ചേർന്നുള്ള ശീമോന്റെ സംസാരം നമ്മൾ വായിച്ചാൽ മനസ്സിലാകും. പരീക്ഷന്മാർ പ്രമാണിയായ ശീമോൻ യേശുവിനെ ക്ഷണിച്ചു. എൻ്റെ ചിന്ത, ഞാൻ ചിന്തിക്കുന്നു, അവൻ യേശുവിന് ജനത്തിൻ്റെ ഇടയിൽ കെട്ടുന്ന ഒരു സമ്മതിയുണ്ട്. എന്ത് പറയാം, അമ്മൻ കൊള്ളാം, ഒത്തിരി പേര് യേശു വന്നാൽ ഒരു കൂട്ടം പേരെന്ത് ചെയ്യും, കൂടെ വരും. യേശു എവിടെ പോയിട്ടുണ്ടോ, ഒരു 5000, 7000, 10000, 15000 പേരെന്ത് ചെയ്യും, യേശുവിനോട് കൂടെ കാണും. അപ്പോൾ നോക്കുമ്പോഴുണ്ട് ഒരു സുപ്രഭാതത്തിൽ ശീമോന്റെ വീട്ടിൽ നിറയെ ആളാ. എന്ത് പറ്റി, അവിടെ യേശു വന്നു കേട്ടോ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യേശുവിൻ്റെ പേര് വെച്ചിട്ട് പുള്ളിക്കൊന്ന് ആളാവണം. ഹല്ലേലൂയ. മനസ്സിലായോ? ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ അത്രയും അതിനകത്ത് എനിക്ക് കിട്ടിയ ചിന്തയാണ്. അമ്മ യേശുവിൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങനൊരു ശീമോൻ എന്നൊരു വ്യക്തി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, 4 പേരെ അറിയിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തേ, യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചു. അല്ലാതെ യേശുവിനോട് വലിയ പ്രിയമൊന്നും തോന്നിയിട്ടല്ല, യേശു പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടല്ല, പുള്ളി ക്ഷണിച്ചു എന്തായാലും. ഹല്ലേലൂയ. പുള്ളിയുടെ വീട്ടിനകത്ത് യേശു കർത്താവ് പോകും. അതിനുശേഷം മാനസാന്തരപ്പെട്ടെങ്കിലേ ഉള്ളൂ, അതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഓക്കെ, അതിനുശേഷം പുള്ളി മാനസാന്തരപ്പെട്ടെങ്കിലേ ഉള്ളൂ, അതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ല. അപ്പോൾ യേശു കർത്താവ് അവൻ ഭവനത്തിനകത്ത് അവൻ ചെന്നു. അവൻ പന്തിക്കിരുന്നു, ഭക്ഷണത്തിനിരുന്നു. ചെന്ന് കയറി ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഒക്കത്തൊരു ഭരണിയുമായിട്ട് കയറി വരിക. ഹല്ലേലൂയ. ഒരു വെങ്കൽ ഭരണിയുമായിട്ട് ഒരു സഹോദരി വന്നിട്ട് യേശു ഇരുന്ന കസേരയുടെ അടുക്കൽ വന്നു. ഈ ഭരണിയെ താഴെ വെച്ചിട്ട് യേശുവിൻ്റെ കാൽക്കൽ അങ്ങോട്ട് ഇരുന്നു. എന്നിട്ട് തൻ്റെ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാലിനെ കഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാലുകളെ തുവർത്താൻ തുടങ്ങി. ഉടനെ അവൻ ശീമോനിന്റെ ഉള്ളിലുള്ള പരീശൻ ഉണർന്നു. ഹല്ലേലൂയ. ആരുണർന്നു? ശീമോന്റെ ഉള്ളിലുണ്ടായിരുന്ന പരീശനോട്. പരീശന്റെ പ്രത്യേകത എന്തുവാ? എന്ത് കണ്ടാലും കുറ്റം പറയും. ഹല്ലേലൂയ. അവൻ ശീമോന്റെ ഉള്ളിലുണ്ടായിരുന്ന ആരുണർന്നു? പരീശൻ അങ്ങ് ഉണർന്നു. അതിങ്ങോട്ട് തല ഉയർത്തിയിട്ട് പറയുക, നല്ല ആളാ ഈ സഹോദരി, ഈ വന്ന സ്ത്രീ ആരാന്ന് ഈ യേശു അറിഞ്ഞിരുന്നെങ്കിൽ. യേശു പ്രവാചകനാണെന്നാണല്ലോ പറയുന്നേ. യേശുവിന് ഭയങ്കര അവൻ വെളിപ്പാടാണെന്നല്ലോ പറയുന്നേ. അവൻ അങ്ങനാണെങ്കിൽ ഈ സഹോദരി ആരാണെന്ന് യേശു അറിഞ്ഞിരുന്നു എങ്കിൽ ഇവളെ യേശുവിൻ്റെ ശരീരത്തിൽ തൊടാൻ സമ്മതിക്കയില്ലായിരുന്നു. ഇതാരുടെ മെന്റാലിറ്റിയാ? പരീശനായ ശീമോന്റെ മെന്റാലിറ്റിയാ. പുള്ളി പറയുക, നമ്മൾ തന്നെ കണ്ടില്ല, എന്ത് കണ്ടാലും കുറ്റം പറയുന്ന അത് ചിലരുടെ ഒരു സ്വഭാവമാണ്. ആ പറയുന്ന പേരാണ് പരീശന്റെ മനോഭാവം. എന്ന് വെച്ചാൽ ഞാനെല്ലാം പെർഫെക്റ്റും ബാക്കിയുള്ളവരെല്ലാം മോശമാണ്. ഈ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ കർത്താവിന് ഒരിക്കലും അത് ഇഷ്ടമല്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ നീതിമാനാണെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. വചനം പറയുന്നു, നീതിമാൻ തന്നെ നീതീകരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ നീതിമാനാണെന്ന് പറഞ്ഞ് ആർക്കും പ്രശംസിക്കാൻ പറ്റത്തില്ല. വചനം പറയും, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ്? കറപുരണ്ട തുണി പോലെയാണ്. അവൻ നമ്മൾ നീതീകരിക്കുന്നത് യേശുവാണ്. ഒരിക്കലും പറയും ഞാൻ നല്ല പിള്ളയും അടുത്തവരെല്ലാം മോശമെന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ 7 കുറ്റം ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പരീശനാകരുത്. ആരാകണം? ക്ഷമയോടെ താഴ്മയോടെ ദൈവസന്നിധി ചെന്നിരുന്ന്, കർത്താവേ, അനുദിനം അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേക്ക് കൊള്ളാകുന്നവളായി എന്നെ നിർത്തണമേ എന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആമേൻ. യേശുവിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. യേശുവിന് മാത്രമേ നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നമ്മളെ പ്രയോജനമുള്ളവരാക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പാടില്ല? ഈ മെസ്സേജിനകത്തുനിന്ന് ഒറ്റ ഉപദേശം ഞാൻ തന്നുള്ളൂ. എന്ത് പാടില്ല? പരീശന്റെ മെന്റാലിറ്റി. ഞാൻ വേറൊന്നും ഉപദേശം പറയണില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവൻ പരീശന്റെ മെന്റാലിറ്റി പാടില്ല. ഞാൻ വേറെ ഒരു ഉപദേശവും പറയണില്ല. ബാക്കി ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെസ്സേജിലോട്ട് കിടക്കുക. ഓക്കെ. ഹല്ലേലൂയ. ശീമോനിലെ പരീശനോട് എന്നിട്ട് പറയുകയാണ്, ഈ സഹോദരി ആര് അവൻ യേശു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഇവളെ തൊടാൻ സമയം. അപ്പൊ കുറ്റം ആർക്കൊക്കെ ഉണ്ട്? യേശുവിനും കുറ്റമാണ്, വന്ന സഹോദരിക്കും കുറ്റം. രണ്ടുപേരും മോശമാണ് ശീമോന്റെ ദൃഷ്ടിയിൽ. ഹല്ലേലൂയ. പക്ഷേ ശീമോൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്.
ആമേൻ. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ അടുക്കൽ വന്നാൽ, യേശുവിനെ തൊട്ടാൽ, അശുദ്ധിയുള്ളൊരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ യേശു അശുദ്ധനാകത്തില്ല. യേശുവിനുള്ള വിശുദ്ധി അവൻ അശുദ്ധിയുള്ള ആ വ്യക്തിയിലേക്കും അവൻ വ്യാപരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. രക്തസ്രാവക്കാരത്തി അശുദ്ധി എന്ന് ലോകം വിധിച്ചപ്പോൾ വചനം പറയുന്നു യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. വചനം പറയുന്നു അവളുടെ രക്തസ്രാവം നിന്ന് അവൾ സൗഖ്യമായി. ഹല്ലേലൂയ. അവൾ ശുദ്ധയായി മാറി. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെ വിധിക്കാൻ ഞാനോ നിങ്ങളോ ആളല്ല. ഹല്ലേലൂയ. നമ്മൾ ആളല്ല. അവൻ ഇടപാട് യേശുവും അവരും തമ്മിൽ വെറുതെ ഇടയ്ക്ക് കയറി അവൻ ദൈവത്തിന്റെ ഇഷ്ടക്കേട് പ്രാപിച്ചു വെച്ചേക്കരുത്. അവൻ അവര് തമ്മിൽ തീർത്തോട്ടെ. കർത്താവും അവരുമായിട്ട് ബന്ധം, നമുക്കല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ അങ്ങയുടെ വിശുദ്ധി എൻ്റെ മേൽ വരണം. വചനം പറയുന്നു ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. അവൻ യേശുവിൽ നിന്ന് വിശുദ്ധി ഈ സഹോദരിയിലേക്ക് പോയത് ആരറിഞ്ഞില്ല? ശീമോൻ അറിഞ്ഞില്ല. ശീമോൻ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ സഹോദരിയുടെ പാപങ്ങളെ യേശു ക്ഷമിച്ചിട്ട് ഇവളിൽ വ്യാപരിച്ചിരുന്ന 7 ഭൂതത്തെ യേശു എന്ത് ചെയ്തു? പുറത്താക്കി. 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് 7 ഭൂതത്തെ പുറത്താക്കിയ മറിയ, അത് മഗ്ദലക്കാരത്തി മറിയയാണ്. ഹല്ലേലൂയ. ഇവളുടെ ജീവിതം ചേഞ്ചായി. ഇവളുടെ ജീവിതം ചേഞ്ചായി. അവൾക്ക് മനസ്സിലായി ഇന്ന് വരെയുണ്ട് ലൈഫിനെ, എൻ്റെ ജീവിതത്തെ വിട്ടുതിരിഞ്ഞേച്ച് ഞാൻ യേശുവിനോട് കൂടെ യേശുവിനെ ആരാധിക്കുന്നവളായി, യേശുവിന് വേണ്ടി നിൽക്കുന്നവളായി എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ യേശു കർത്താവ് മറിയ തെരഞ്ഞെടുത്ത അറിയാമോ? ലോകം മുഴുവനും തള്ളിക്കളഞ്ഞപ്പോ, ലോകം മുഴുവനും ഹല്ലേലൂയ ഇവൾ പ്രാഗൽഭ്യമില്ലാത്തവളെന്ന്, പാപിയെന്ന് മാറ്റി നിർത്തിയപ്പോ യേശു കർത്താവ് പറയുക, ഒരു ശിശുവിനെ പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ദൈവ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ അതിൽ പ്രസാദിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ലോകം നമ്മളെ കുറിച്ച് പറയുന്നതല്ല കർത്താവിന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർ നിങ്ങളെ കുറിച്ച് പറയുന്നതല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ലോകത്തിന്റെ അഭിപ്രായം കേട്ട് കുഴഞ്ഞു വീഴുന്നവരാ നമ്മള്. കർത്താവിന്റെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് നോക്കണം. യേശു കർത്താവ് ചെന്ന് ശിഷ്യന്മാരൊരു അഭിപ്രായം ചോദിക്കുക, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പലരും അഭിപ്രായം പറഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്നു. യേശു പത്രോസിനോട് വ്യക്തിപരമായി ചോദിക്കാം, നീ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് എന്ത് പറഞ്ഞു? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇനി നമുക്ക് തിരിച്ച് കർത്താവിനോട് അഭിപ്രായം ചോദിക്കാം. നമ്മളെക്കുറിച്ച് പലരും പല അഭിപ്രായം പറയത്തില്ലേ? എന്നെക്കുറിച്ച് നോക്കിയാലോ? ഹല്ലേലൂയ. ചിലർ പറയും കൊള്ളാം, നല്ല സ്നേഹമാണ്. ചിലർ ഭയങ്കര ജാടയെന്ന് പറയും. ഹല്ലേലൂയ. ചിലർ കുറച്ച് തിരിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ കുറേ കുറ്റം പറയും. അവൻ ഇത്രയും വലിയ കുറ്റം പറയും. കുറച്ച് പേരെങ്കിലും നല്ലത് പറയുമായിരിക്കും. ഹല്ലേലൂയ. ആമേൻ ഒക്കെ പറയും. ഞാൻ പറയട്ടെ, എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് ലോകത്തിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ഇഷ്ടം കർത്താവിൽ നിന്ന് കേൾക്കാനാണ്. ഓ ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ ഓരോ വ്യക്തികളും. ആമേൻ. കാരണം മനുഷ്യർ പറയുന്ന അഭിപ്രായം അല്ല കറക്റ്റ്. നമ്മുടെ അടുത്ത് സ്നേഹമുള്ളവർ നമ്മുടെ ഫേവർ കിട്ടാൻ വേണ്ടി നല്ല അഭിപ്രായം പറയും. നമ്മുടെ അടുത്ത് ഇഷ്ടമില്ലാത്തവർ ഇതോടെ ഒതുങ്ങി പോകണമെന്ന് പറഞ്ഞ് മോശം അഭിപ്രായം പറയും. ഹല്ലേലൂയ. ചിലരിങ്ങനെ സ്റ്റക്കായിരിക്കുക. നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് പിടിക്കുന്നില്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ ഇഷ്ടമുള്ളവരെന്ത് ചെയ്യും? നമ്മളെ ഫേവർ കിട്ടാൻ വേണ്ടിയിട്ട് കൊള്ള നല്ലത് മാത്രം പറയത്തുള്ളൂ. മോശം ഉണ്ടെങ്കിൽ അവരങ്ങ് വിഴുങ്ങും. ക്ഷമിക്കുക എന്ന് പറയും അതിനെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇഷ്ടമില്ലാത്തവരാണെങ്കിലോ നല്ലതല്ല വിഴുങ്ങിയിട്ട് മോശം കാര്യം മാത്രം പറയും. എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാ. അല്ലേ വിട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് പറഞ്ഞാലോ കറക്റ്റായിട്ടുള്ളത് പറയും. ആമേൻ. ചുമ്മാതാണോ നമ്മുടെ കണ്ണാടി ബൈബിളാണെന്നും എല്ലാ ദിവസവും രാവിലെ ആ കണ്ണാടിയിലൊന്ന് നോക്കിയിട്ട് ഇറങ്ങണമെന്ന് പറയുന്നേ? ഹല്ലേലൂയ. കാരണം ദൈവം നമ്മളെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല, പക്ക. കർത്താവിന് നമ്മുടെ മുഖസ്തുതി ഇഷ്ടമില്ല. കർത്താവിന് നമ്മളോട് മുഖസ്തുതി പറഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ കൂടെ വന്ന് പറയത്തില്ല. ഉള്ളതുപോലെ കർത്താവ് പറയത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ?
ഹല്ലേലൂയ, ആമേൻ. ഒന്ന് നോക്കിയേ, ഇവിടെ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ഇവളെ കുറിച്ച് പറയാൻ പലർക്കും പലതായിരുന്നു. പക്ഷെ യേശുവിൻ്റെ അടുക്കലോട്ട് വന്നപ്പോൾ ഇവളെ ശുദ്ധീകരിച്ചിട്ട് കർത്താവിന് പ്രയോജനമുള്ള മകളായി ഇവളെ അങ്ങ് നിർത്തുക. വചനം പറയുന്നു, അന്നു മുതൽ മറിയയുടെ ലൈഫ് മാറാൻ തുടങ്ങി. അന്ന് വരെ ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന മറിയ യേശുവിൻ്റെ പിന്നാലെയായി. ഹല്ലേലൂയ. എന്തുകൊണ്ട്? പ്രാഗൽഭ്യമുള്ള ഒരു കൂട്ടം ശിഷ്യന്മാർ നോക്കി നിൽക്കേ. അവൻ ശിഷ്യന്മാരിൽ ഒന്നാമനെന്ന് പറഞ്ഞ് പത്രോസ് നോക്കി നിൽക്കേ. മാറോട് ചാരിയിരുന്ന് അവൻ യോഹന്നാൻ നോക്കി നിൽക്കേ. അവൻ ഏറ്റവും അടുത്ത സർക്കിളിൽ ഉണ്ടായിരുന്ന അവൻ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, ഈ 3 പേരും നോക്കി നിൽക്കേ. എന്തുകൊണ്ട് യേശു ഒരു മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി? ഞാനിങ്ങനെ പറയും, ആമേൻ, താൻ കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ തൻ്റെ ലൈഫിനകത്ത് മറ്റൊരു ചിന്തയില്ലായിരുന്നു. ആമേൻ, ആമേൻ. മറ്റൊരു ചിന്തയില്ല. പത്രോസിന് പറയാൻ ആമേൻ, മറിയയ്ക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, യേശുവാ എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്റർ. ഹല്ലേലൂയ. ഞാൻ ഏത് വഴി പോയാലും അതിൻ്റെ എല്ലാം ആമേൻ, ഹല്ലേലൂയ, സെൻറ്റർ യേശുവാ. എൻ്റെ ജീവിതത്തിൻ്റെ അച്യുതണ്ട് യേശുവാ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ അച്യുതണ്ട് യേശുവാ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിച്ചോട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പലതും മാറി പറയും. ഒരു വേള അവൻ എല്ലാവരും ഒതുങ്ങിപ്പോയ സമയമുണ്ടായിരുന്നു. അന്ന് മറിയ പറയും, യേശുവിനെ കൂടാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ. ക്രൂശീകരണ സമയത്ത് ഒത്തിരി പേരും ചിതറിയപ്പോൾ ഈ സഹോദരിമാർ യേശുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മറിയ പറയും, എനിക്ക് യേശുവിനെ കൂടാതെ ഒന്നുമില്ല. മരിച്ചു, അവൻ കല്ലറയ്ക്കകത്ത് അടക്കി. 3-ാം ദിവസം രാവിലെ സഹോദരിമാർ യേശുവിനെ തേടി പോവുക. ഭയം വന്നപ്പോ മറ്റ് 2 സഹോദരിമാരും വീട്ടിൽ പോയി. പക്ഷെ ഈ മറിയ പറയും, ഞാൻ പോകത്തില്ല. ആമേൻ. യേശുവിനെ കൂടാതെ എനിക്കൊന്നുമില്ല. കല്ലറയ്ക്കൽ തന്നെ വെയിറ്റ് ചെയ്യുക ഈ മറിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയും, ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും തുടങ്ങി 11 ശിഷ്യന്മാർ. 12-ാമൻ യൂദ അതിൻ്റെ കൂട്ടത്തില്ലേ, അതുകൊണ്ടാണ് 11 പറയുന്നത്. 11 ശിഷ്യന്മാർ. ഹല്ലേലൂയ. ആമേൻ. മാളത്തിനകത്ത് ഒളിച്ചപ്പോൾ ഹല്ലേലൂയ, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീരിയൽ മുദ്രയുടെ ശക്തിയെ ഭയക്കാതെ ആമേൻ, കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്ന ആമേൻ കിങ്കരന്മാരുടെ കുന്തത്തിൻ്റെ മൂർച്ചയെ ഭയക്കാതെ ഒരു സാധാരണക്കാരി സഹോദരി കല്ലറയ്ക്കൽ ചെന്നത് യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ജീവിതത്തിന്റെ സാഹചര്യം പ്രതികൂലമായപ്പോ മറിയയ്ക്ക് യേശുവിനോടുള്ള സ്നേഹത്തിന് കുറവ് വന്നില്ല. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പലരും ഭയന്നു മാറി. ആമേൻ. ആദ്യത്തെ ഘട്ടത്തിൽ പിടിച്ചോണ്ട് പോയപ്പോൾ ഒരു കൂട്ടം പേര് ചിതറി. ക്രൂശീകരണം കഴിച്ചപ്പോൾ അടുത്ത ഒരു കൂട്ടം ചിതറി. കല്ലറയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂട്ടം ചിതറി. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന സഹോദരിമാർ 3-ാം ദിവസം രാവിലെ കല്ലറയ്ക്കൽ വന്ന് അവൻ ഭയപ്പെടുന്ന 2 ദൂതന്മാരെ കണ്ടപ്പോൾ അവരും ഓടിപ്പോയി. പക്ഷെ മറിയ പറയുക, ആര് വന്നാലും പോയാലും യേശുവിന്റെ ശരീരത്തെ കാണാതെ ഞാൻ പോകത്തില്ല. കല്ലറയ്ക്കൽ വെയിറ്റ് ചെയ്യുക. എനിക്ക് പ്രിയം യേശുവിനോടാ. എൻ്റെ ജീവിതം യേശുവാ. യേശുവില്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കല്ലറയ്ക്കൽ വെയിറ്റ് ചെയ്യുന്നൊരു മറിയ. ഹല്ലേലൂയ. ആ മറിയയുടെ അടുക്കൽ യേശു വരിക. വന്നിട്ട് വെറുതെ അല്ല, വന്നിട്ട് ചുമ്മാ കണ്ടിട്ട് മറിയ കരയണ്ടെന്ന് പറഞ്ഞിട്ട് പോകുകയല്ല ചെയ്തേ. ഒരു സ്പെഷ്യലായിട്ടൊരു ഡ്യൂട്ടി, ഒരു പ്രത്യേക നിയോഗം മറിയയുടെ മേൽ കൊടുക്കുക. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്ക. ഭയം ഒതുങ്ങിപ്പോയ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു കർത്താവ് മറിയെ പറഞ്ഞു വിടുക. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എന്നെ? ഭയം ഒതുങ്ങിപ്പോയി. പത്രോസ് ഭയങ്കര പവർഫുള്ളായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, യേശുവിൻ്റെ കൂടെ നിന്ന് കർത്താവിന് വഴിയൊരുക്കി കൂടെ നിന്ന മനുഷ്യനാ. ഒതുങ്ങിപ്പോയെന്നേ. ഹല്ലേലൂയ. കൂടെ ഒത്തിരി പേരുണ്ട്, എല്ലാവരും ഒതുങ്ങിപ്പോയി.
പക്ഷെ മറിയ പറയുക, യേശുവിനെ കൂടാതെ എനിക്കൊന്നുമില്ല. കല്ലറയ്ക്കൽ വെയിറ്റ് ചെയ്യുന്ന അവൻ മറിയയുടെ അടുക്കലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് പറയുക, മറിയയ്ക്ക് ഒറ്റ വിളിയിൽ യേശുവിനെ മനസ്സിലായി. യേശുവിനോട് പറയുക, കർത്താവേ, എൻ്റെ ഗുരു. അവൻ യേശു പറയുക, നീ ഇപ്പം എന്നെ തൊടണ്ട, ഒരു കാര്യം ചെയ്യുക, എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക്, സഹോദരന്മാരുടെ അടുക്കലേക്ക് മറങ്ങിച്ചല്ല. അവർ ഭയന്നിരിക്കുകയാണ്, അവർ ഒളിച്ചിരിക്കുക. അവരെ ഒന്ന് തട്ട, അവരൊതുങ്ങിപ്പോയെടുത്തെന്ന് അവരെ ഒന്ന് തട്ടിയേച്ച് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ഒതുങ്ങിപ്പോയെന്ന് ലോകം വിധി എഴുതിയപ്പോ, റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര എന്നെ ഒതുക്കിയെന്ന് പറഞ്ഞപ്പോ അതിനെ ഭേദിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം. ആരൊക്കെയോ ഭയം ഒതുങ്ങിയ മണ്ഡലത്തിനകത്തുന്ന മറിയമാമരെ പോലെ നിസ്സാരന്മാരെന്ന് ലോകം വില കൽപ്പിക്കാത്ത, ലോകം മാറ്റി നിർത്തിയ, ലോകം തള്ളിക്കളഞ്ഞ ചിലരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക. എന്തിനെന്നറിയാമോ? ഇതൊരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്, ഇതൊരു സ്പെഷ്യൽ നിയോഗമാ. എന്തിനു വേണ്ടി? ഉറങ്ങിക്കിടക്കുന്ന ചിലരെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുക, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി അവൻ തട്ടി എഴുന്നേൽപ്പിക്കുക. ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ അത് ചലിക്കണേ. ഒതുങ്ങിപ്പോയ ചിലരെ തട്ടി ഉണർത്തുവാൻ യോഗ്യതയില്ലെന്ന്, മിടുക്കില്ലെന്ന് പറയുന്ന ചില മരമാരെ സ്വർഗം ഇന്ന് പകൽക്കാലം സന്ദർശിക്കുന്നു. പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. ഇന്നലകളിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ചിലർ ശക്തിയോടെ, ഉത്സാഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്ന, പ്രയോജനപ്പെട്ടിരുന്ന, രോഗികളെ സൗഖ്യമാക്കിയിരുന്ന, ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന, ദൈവരാജ്യത്തിനുവേണ്ടി പ്രയോജനപ്പെട്ടിരുന്ന ആരൊക്കെയോ എവിടൊക്കെ ഒതുങ്ങിക്കിടക്കുക. ഈ ദൂതന്റെ കയ്യിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ സ്വർഗം പറഞ്ഞൊരൊറ്റ കാര്യം, ചിലരെ നിസ്സാരന്മാരെന്ന് ചിന്തിക്കുന്ന ചിലരെ ഞാൻ കാണാൻ പോവുക, ഞാൻ വന്ന് സന്ദർശിക്കാൻ പോവുക. അവർക്ക് വേറെ വലുതൊന്നും ചെയ്യാനില്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഞാനൊരു എൻകൗണ്ടർ അവർക്ക് വേണ്ടി കൽപ്പിക്കുക. ഉറങ്ങിപ്പോയ ചിലരെ എഴുന്നേൽപ്പിക്കുക, ക്ഷീണിച്ചു പോയ ചിലരെ എഴുന്നേൽപ്പിക്കുക, തളർന്നുപോയ ചിലരെ ഒന്ന് തട്ടി ഉണർത്തി തിരിച്ചെന്റെ ട്രാക്കിനകത്തേക്ക്, തിരിച്ചെന്റെ ട്രാക്കിനകത്തേക്ക് ഇന്നലെ പ്രയോജനപ്പെട്ടതുപോലെയല്ല, അതിലും അധികം ശക്തിയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. അവരെ തിരിച്ച് ദൈവത്തിന്റെ കൃപയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കുക. ഞാനൊരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോവുക. മറിയേ, അവരുടെയൊക്കെ കണ്ണിൽ നിങ്ങൾ നിസ്സാരരായിരിക്കാം. മറിയെ പോലെ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ ആരൊക്കെയാലോ തള്ളപ്പെട്ട പ്രിയ സഹോദര സഹോദരിയെ, അവരുടെ കണ്ണിൽ നിങ്ങൾ നിസ്സാരന്മാരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗം ദൂത് പറയുക, ഹല്ലേലൂയ, ഉറങ്ങിപ്പോയ അവരെ തട്ടി ഉണർത്തേണ്ട, അടുത്തൊരു കാലഘട്ടത്തിൽ ശക്തിയോടെ ഉപയോഗിക്കപ്പെടേണ്ട ഒരു കൂട്ടം പേരെ തട്ടി ഉണർത്തേണ്ട ചുമതല, കഴിവില്ലെന്ന്, മിടുക്കില്ലെന്ന് പറഞ്ഞ മറിയെ പോലെ ഒതുങ്ങിക്കിടക്കുന്ന ചിലതിൻ്റെ മേൽ സ്വർഗം ഇന്ന് നിക്ഷേപിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുക. ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തപ്പോ ബലഹീനമായതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തപ്പോ ഉള്ളതിനെ ഇല്ലായ്മയാക്കുക. ദൈവം ലോകത്തിൽ അവൻ ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തപ്പോ അതിന്റെ കൂട്ടത്തിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. ഒരു നിമിഷം കണ്ണുകളെ മൂടിയ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. പ്രാഗൽഭ്യം നോക്കിയിട്ടല്ല മറിയെ തേടി കർത്താവിൻ്റെ സാന്നിധ്യം വന്നേ. ഇന്ന് പകൽ എനിക്കറിയാം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചില നിയോഗങ്ങൾ പ്രാപിക്കുന്നവരുണ്ട്. സ്പെഷ്യലായിട്ട് അത് നിങ്ങളുടെ മിടുക്ക് കണ്ടിട്ടോ, കഴിവ് കണ്ടിട്ടോ, യോഗ്യത കണ്ടിട്ടോ അല്ല. സ്വർഗം പറയും, പലർക്കും നിങ്ങളെ വിലയില്ലായിരിക്കാം,
പക്ഷെ ഇന്നലകൾ ശക്തിയോടെ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു തലമുറ എവിടൊക്കെയോ മാളത്തിലകത്ത് ഒതുങ്ങിപ്പോയതിനെ ഒന്ന് ചെന്ന് തട്ടാൻ, ആമേൻ, കർത്താവിനോടുള്ള പ്രിയത്തിന് കുറവ് വരാതെ ആദ്യം മുതൽ ഇന്നേ വരെ ദൈവത്തോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ച് കർത്താവിനോടുള്ള എൻ്റെ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു തലമുറയോട് പറയാം, മറിയേ നിനക്കെന്നെ വേണം. പ്രിയ ബ്രദറെ, ഹല്ലേലൂയ, കർത്താവ് പറയാം, നിങ്ങളെ കർത്താവിന് വേണം. എന്തിനാണെന്നറിയാമോ? ചിലപ്പോൾ വലിയ പ്രസംഗം ചെയ്യാനായിരിക്കത്തില്ല, ഒത്തിരി വലിയ രോഗികളെ സൗഖ്യമാക്കാനായിരിക്കത്തില്ല, പക്ഷെ അതിൻ്റെ പിന്നിൽ അവരെക്കാളും വലിയൊരു നിയോഗം ഇന്നലകൾ ശക്തിയോടെ ദൈവരാജ്യത്തിന് ഉപയോഗിക്കപ്പെട്ടിരുന്ന ചില പത്രോസ്മാർ എവിടൊക്കെയോ ഉറങ്ങുക, ചില യോഹന്നാന്മാർ എവിടൊക്കെയോ ഉറങ്ങുക, ചില ശിഷ്യന്മാർ എവിടൊക്കെയോ ഉറങ്ങുക. സ്വർഗ്ഗം പറയുക, ഞാൻ നിന്നെ അയക്കാൻ പോവുക, ഞാൻ നിന്നെ അയക്കാൻ പോവുക. ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് തന്ന ഒരു പ്രത്യേക നിയോഗത്തോടെ അവൻ ഞാൻ ഒതുങ്ങിയെന്ന്, എന്റെ പ്രവൃത്തി കഴിഞ്ഞുവെന്ന്, ഇന്ന് ദൈവത്തിന് പ്രവർത്തിപ്പാൻ ശക്തിയില്ലെന്ന് പറയുന്ന ചിലരുടെ അടുക്കലേക്ക് എന്റെ അവൻ പ്രവൃത്തിയുടെ ആരംഭമാകുന്നതേ ഉള്ളൂ എന്നറിയിക്കുമോ? ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചില മറിയമാരെ അവൻ തൊടുക, ഉറങ്ങിക്കിടക്കുന്ന ചില പത്രോസ്മാരുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല എന്നറിയിച്ച് അവരെ ഒന്ന് തട്ടാൻ, അവരെ തിരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി മടക്കിയെടുക്കത്തക്കൊണ്ട് അഭിഷേകത്തിന്റെ ശരണം സംഭവിക്കണേ. കർത്താവേ, ഇതിനകത്ത് അങ്ങ് ചിലരെ തട്ടുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയുടെ ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. ചില സ്പെഷ്യൽ നിയോഗങ്ങളുമായി ഇന്ന് പകൽക്കാലം ചില മറിയമാരെ, ഉറങ്ങിക്കിടക്കുന്ന ചില പത്രോസ്മാരെ, ശിഷ്യന്മാരെ, ഇന്നലകൾ അവൻ ശക്തിയോടെ ഉപയോഗിച്ചിരുന്ന ചിലരെ അവൻ വീണ്ടും ഒന്ന് തട്ടി എഴുന്നേൽപ്പിക്കുവാൻ ഇതിനകത്തുനിന്ന് സ്വർഗം ചിലരെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് പുതിയൊരു ആരംഭമാണല്ലോ. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. എവിടെ ശത്രു ഒതുക്കിയെന്ന് പറഞ്ഞു അവൻ്റെ തലയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായമായി ഞങ്ങൾ എഴുന്നേൽക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അസാധാരണമായ വിടുതലുകൾ ഇവിടെ പ്രാപിച്ചെടുക്കട്ടെ, വിടുതലുകൾക്ക് സാക്ഷ്യം വഹിക്കട്ടെ. ഇവരിലൂടെ അസാധാരണമായ സ്വർഗം ചെയ്തെടുത്താട്ടെ. നമ്മുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. മഹത്വത്തിൻ്റെ മറവിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിച്ചാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.